ചെടികളെയും പൂക്കളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ പറഞ്ഞ പോലെ താമരയുടെ ട്യൂബറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം ലേറ്റ് ആവുന്നില്ല, നേരെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഈ ട്യൂബർ ഞാൻ വാങ്ങിയത് ശ്രീലത എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. താമരയുടെ ട്യൂബർ അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ മറ്റുള്ള സെല്ലേഴ്സിൽ നിന്നും ശ്രീലത ചേച്ചി കുറച്ച് റീസണബിൾ ആയിട്ടാണ് നമുക്ക് ട്യൂബേഴ്സ് സെയിൽ ചെയ്യുന്നത്. ഇതൊരു ചപ്പലിൻ്റെ ബോക്സാണ്. പാക്ക് ചെയ്യാൻ കൂടുതലും സെല്ലേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് ചപ്പലിൻ്റെ ബോക്സ് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ കാർട്ടൂൺ ബോക്സുകളും ഉണ്ടാവാറുണ്ട്. ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്, പാക്കിങ്ങിൽ ഇളകി പോവാതിരിക്കാനായിരിക്കണം. ഒരു ട്രാൻസ്പെറൻറ്റ് കവറുണ്ട്, അതിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ ട്യൂബർ ഉണ്ടായിരിക്കുക. ഈ ന്യൂസ് പേപ്പറെല്ലാം നനച്ച് വെച്ചിട്ടാണ് കേട്ടോ പൊതിഞ്ഞിരിക്കുന്നത്. ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം നനച്ച് പൊതിഞ്ഞിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ട്യൂബർ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. 3 ടൈപ്പ് ട്യൂബറാണ്, 3 ടൈപ്പ് ലോട്ടസിൻ്റെ ട്യൂബറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ഹെൽത്തി ആയ ട്യൂബറാണ്. ഗ്രോത്ത് ടിപ്പിലെല്ലാം ലീഫെല്ലാതും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ 4 ട്യൂബർ കാണുന്നുണ്ട്. ശ്രീലത ചേച്ചി എക്സ്ട്രാ ഏതോ ഒരെണ്ണം കൂടെ നമുക്ക് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പുതിയതായി കിട്ടിയ 4 താമരയുടെ ട്യൂബ്. ഇത് സെയിം ഡേ തന്നെ നമുക്ക് വേറൊരു ട്യൂബറും കൂടെ വന്നായിരുന്നു. ഇത് ഹാർട്ട് ബ്ലഡിനാണ് ഈ താമരയുടെ ID. അതുപോലെ ട്രാൻസ്പെറൻറ്റ് കവറിൽ തന്നെയാണ് പാക്കിങ്. അപ്പം ന്യൂസ് പേപ്പർ നനച്ച് വെച്ചിട്ട് അതൊക്കെ ചെറുതായി ഒന്ന് പൊടിഞ്ഞ് പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ട്യൂബർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ലീഫെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത ട്യൂബറിനേക്കാളും ചെറുതായിട്ട് കാഴ്ചയിൽ തോന്നുന്നുണ്ട്. നമുക്ക് ട്യൂബറിൻ്റെ വലിപ്പത്തിലൊന്നല്ല കാര്യം, എത്ര ഗ്രോത്ത് ടിപ്പ് നമുക്കൊരു ട്യൂബറിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ നല്ല ട്യൂബറാണോ അല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. ഇത് കാണിച്ചിരിക്കുന്ന പോലെ ഈ ലീഫെല്ലാം വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഗ്രോത്ത് ടിപ്പ് എന്ന് പറയുന്നത്. അതായത് മുകളിലേക്ക് മുളച്ച് പോയി വരുന്ന ഭാഗം. അങ്ങനെ നോക്കുമ്പോൾ ഈ ട്യൂബേഴ്സ് നല്ല ഗ്രോത്ത് ടിപ്പുകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ല ട്യൂബർ തന്നെയാണ്. ഈ ട്യൂബറിനും ലീഫെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ട്യൂബർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2-4 ദിവസം ടബിൽ വെള്ളത്തിലിട്ട് നല്ല വെയിലത്ത് വയ്ക്കും. അപ്പോൾ ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഗ്രോത്ത് ടിപ്പിൽ നിന്ന് ലീഫെല്ലാം ചെറുതായി പൊന്തി വന്ന് തുടങ്ങും. അപ്പോൾ നമുക്കിത് നടുന്ന സമയത്ത് ഗ്രോത്ത് ടിപ്പ് മുകളിലേക്ക് അത് നടാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ലീഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടാൻ വേണ്ടി വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ താമരയുടെ ട്യൂബർ എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് കാണിക്കുന്നതായിരിക്കും. താമരയുടെ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. താമര നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.